ഇന്ന് ഒരു പുളിസാദമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ആദ്യം വേണ്ട ബസുമതി റൈസ് 1.5 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അത് കുറച്ച് മഞ്ഞൾപ്പൊടി, ശകല ഉപ്പും, ഒരു തുള്ളി വെളിച്ചെണ്ണയും ഒഴിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് തണുക്കട്ടെ. ഒരുപാട് അങ്ങ് വെന്ത് ഉടഞ്ഞു പോകരുത്. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി ആദ്യം ഇതിനൊരു മസാല നമുക്ക് റെഡിയാക്കാം. പാൻ വെച്ച് ഗ്യാസ് കത്തിക്കാം. ഇനി അതിന് സിമ്മിലിട്ടേക്കണം. എന്നിട്ട് അതിന് ആവശ്യമായിട്ടുള്ളത് ദാൽ പരിപ്പ്, അത് 1 സ്പൂൺ അങ്ങോട്ട് ഇടാം. അതുപോലെ 1.5 സ്പൂണ് മല്ലി, മുഴുവൻ മല്ലിയ, 1 സ്പൂണ് ജീരകം, ചെറിയ ജീരകം, 1 സ്പൂണ് കുരുമുളക്. ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ എല്ലാം കളറൊന്ന് മാറി ഒരു നല്ല മണം വരും. അതിലോട്ട് വെള്ള എള്ള്, അത് 1 സ്പൂൺ അങ്ങോട്ട് കൊടുക്കാം. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. കരിഞ്ഞു പോകരുതൊന്നും. നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിയിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ച് കൊണ്ടുവരാം. ആ റോസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതെല്ലാം നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിയിട്ട് നല്ലതുപോലെ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ, അത് അടച്ച് വെക്കാം. പിന്നെ വേണ്ട ഒരു നല്ലൊരു ഉണ്ട, ഒരു നെല്ലിക്കയൊക്കെയായിട്ട് ഇച്ചിരി കൂടെ വലിപ്പമുണ്ട്. നമ്മൾ എടുക്കുന്ന റൈസിൻ്റെ അനുസരിച്ച് വേണം. അപ്പോൾ അത്രയും പിടിപുളി എടുത്തേക്കുന്നത്. അത് നമുക്ക് വെള്ളം ഒഴിക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇത് നമുക്ക് തിളപ്പിച്ചെടുക്കണം. ഗ്യാസ് കത്തിക്കാം. തിള വന്നാൽ മതി. നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് തണുത്തിട്ട് നല്ലതുപോലെ അരിച്ചെടുത്തോണ്ട് വന്നിട്ട് കാണിക്കാം. പുളി വേണ്ട നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ കൊണ്ടൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട്. നമുക്കതിനി ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഗ്യാസ് കത്തിക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണം അതിലോട്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം അതിലോട്ട്. രണ്ട് പച്ചമുളക് കീറിയത്, കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പിടണം. ഉപ്പ് ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നത്, ശകലം 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് ഇതവിടെ നിന്ന് കുറുകി വെക്കണം. നല്ലതുപോലെ കുറുക്കി നമുക്കെടുക്കണം. ഇതവിടെ നിന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് താളിക്കാനുള്ളത് ചെയ്യാം. ഇതപ്പുറത്ത് അടുപ്പിലോട്ട് മാറ്റാം. ഇത് താളിക്കാനുള്ള പാത്രം വെച്ച് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഇതിലോട്ട് വെളിച്ചെണ്ണ വേണേൽ അത് ഒഴിക്കാം, അല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിക്കാം. ഇപ്പം നല്ലെണ്ണ എടുക്കുന്നത്. 2 സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായി വരാം. പുളി തിളപ്പിക്കാൻ വെച്ചത് നമ്മൾ ഇടയ്ക്ക് ഇളക്കണം. ഈ സമയത്ത് നമുക്ക് ഉപ്പും നോക്കാം. ഉപ്പ് കുറച്ച് ഇട്ട് കൊടുക്കും. പുളി ആയതുകൊണ്ട് നല്ല ഉപ്പ് വേണം. അപ്പോഴത്തെ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക്
ഒരു കൈ കപ്പലണ്ടി അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ റോസ്റ്റ് ചെയ്യാത്ത കപ്പലണ്ടിയായിരുന്നു. അപ്പോൾ അതിൽ കിടന്ന് അതൊന്നാകുമ്പോഴത്തേക്ക് നമുക്ക് 1 സ്പൂണ് ഉഴുന്ന് പരിപ്പ്, അതിലോട്ട് തന്നെ 1 സ്പൂണ് കടലപ്പരിപ്പ്, അതിലോട്ട് തന്നെ 1 സ്പൂണ് കടുക്, ഒരു 5-6 വറ്റൽമുളക്, അത് രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ട് എടുക്കാം. 6-7 ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് മുറിച്ച് വെക്കാം. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ നമ്മുടെ പുളി തിളച്ച് വരുന്നുണ്ട്. നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞാൽ അതൊന്ന് കുറുകി വരണം. ഇതിലോട്ട് നമുക്ക് 2-3 പച്ചമുളക് കീറിയത് ഇടണം. 1 കൈ കറിവേപ്പിലയും, ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മൂടി വെക്കാം. ഇപ്പോൾ ഈ വൃശ്ചികമാസം നോയമ്പൊക്കെ എടുക്കുന്നവർക്കൊക്കെ നല്ലൊരു റൈസാണത്. നല്ല ടേസ്റ്റായി ചോറിന്. ഇതിന് വേറെ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട. ആ പച്ചമുളകിൻ്റെയൊക്കെ കളറൊന്ന് മാറി വരണം. കറിവേപ്പിലയൊക്കെ നന്നായിട്ടൊന്ന് പൊരിഞ്ഞ് വരണം. ഉഴുന്ന് പരിപ്പും കപ്പലണ്ടിയെല്ലാം നന്നായിട്ടൊന്ന് മൂത്തും വരണം. ഇത് ഇടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ എല്ലാം മൂത്തം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം 1 സ്പൂണ് കായപ്പൊടി ചേർക്കേണ്ടത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് യോജിപ്പിക്കട്ടെ. പക്ഷേ നമുക്ക് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. നല്ലതുപോലെ വേണ്ട കുറുകി വന്നിട്ടുണ്ട്. ശകലം കൂടെ ഒന്ന് കുറുക. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അത്രയും മതി. നമുക്കിനി ആദ്യം ഈ റൈസിനകത്തോട്ട് ഈ ചോറ് വെന്തതിനകത്തോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആദ്യം റോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ആ പൊടിച്ച് വെച്ചുള്ള മസാല കൂടി ചേർക്കാം. ഇതെല്ലാം ചേർക്കണം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കാം. എല്ലാ ഭാഗത്തും ചെല്ലണം ഇത്. ആ ചോറിൻ്റെ എല്ലാ ഭാഗത്തും ഈ മസാല ഉണ്ടല്ലോ. നമുക്ക് യാത്ര പോകുമ്പോഴൊക്കെ കൊണ്ടുപോകാൻ നല്ലതാണ്. റൈസ് ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇതിലോട്ട് നമുക്ക് ആ പുളി ഒഴിച്ച് കൊടുക്കാം. പുളി കുറുക്കി വെച്ചിട്ടുള്ളത്.
അതെല്ലാം എടുത്ത് വെച്ച് കൊടുക്കണം. അത് എല്ലാം ഒന്ന് ചെല്ലുന്ന രീതിയിൽ മിക്സ് ചെയ്യണം. ഇതിലോട്ട് നമുക്കിനി ആ കടുക് തളച്ചത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം. ഉപ്പെല്ലാം കറക്റ്റ് ഉണ്ട്. അപ്പം ചോറിന് ഇട്ടിരുന്ന് പിന്നെ നമ്മൾ പുളിക്കും നല്ലതുപോലെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഉപ്പും ആ കായത്തിൻ്റെ മണവും ആ പുളിയും എല്ലാം കൂടെ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ എല്ലാവരും ഫുൾ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ഇടുകയും ചെയ്യണം.